പൊരുതി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുവെങ്കിലും അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി, അതും ബ്ലൈൻഡിങ് സില്ലി മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചു ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ പോർച്ചുഗീസ് താരമായിട്ടുള്ള ടിയാഗോ ആൽവസിനെ കുറിച്ച്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കഴിഞ്ഞൊരു പ്രീ മാച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ടിയാഗോ ആൽവസിനെ ഇലവനിലേക്ക് കൊണ്ടുവരണം, ആ ഒരു സ്ട്രൈക്കർ ഓപ്ഷനിൽ കളിച്ച് കാണണം എന്നൊരു ആഗ്രഹത്തെക്കുറിച്ച്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഞാൻ പറഞ്ഞൊരു ആഗ്രഹം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി തന്ന പോലെ തന്നെ ടിയാഗോ ആൽവസ് ആ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. വാട്ട് ആൻ എഫർട്ട് ഹി വിൽ ടേക്ക്. നിങ്ങൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ കൊറൂസിങ് ടിയാഗോ ആൽവസിലേക്ക് കൊടുക്കുന്ന ഒരു പന്താണ്. അവിടെ ടിയാഗോ ആൽവസിന്റെ മുമ്പിൽ തന്നെ 4-5 താരങ്ങൾ മുന്നിൽ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ ആ ഒരു സമയത്ത് അറ്റ് എ ടൈം ടേൺ ചെയ്ത് ആ ഒരു പന്ത് തൻ്റെ ഫിസിക് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു താരമായിട്ട് ടിയാഗോ ആൽവസ് മാറുകയാണ്. അങ്ങനെ ഡയറക്റ്റ്ലി ആ ഒരു ബോൾ ഒരു 3-4-5 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് നിന്ന് കളിച്ചുകൊണ്ടാണ് തൻ്റെ ഫിസിക് ഉപയോഗിച്ച് കൊറൂസിങ്ങിലേക്ക് തിരിച്ച് കൈമാറ്റം ചെയ്യുന്നത് പന്ത്. ഇദ്ദേഹത്തിൻ്റെ ഫിസിക് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ടച്ച് ഒക്കെ കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഇനി മെയിനായിട്ടൊരു കാര്യം പറയുമ്പോൾ ടിയാഗോ ആൽവസ് മെയിൻലി ഒരു ലെഫ്റ്റ് വിങ്ങറാണ്. അപ്പോൾ ഒരു സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുമ്പോൾ വിങ്ങിൽ കൂടി ഈ ഒരു 1 ടച്ച് ഹീൽ പാസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കുറവിലേക്ക് ബാക്ക് ഹീൽ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വിക്ലി ഉള്ളൊരു മൂവ്മെൻറ്റും വിങ്ങുകളിലൂടെ നമുക്ക് പലതവണയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മധ്യനിരയിൽ അഡ്രിയാലൂണയുടെ മികച്ചൊരു കോമ്പിനേഷൻ ആൻഡ് പെനട്രേറ്റീവ് ത്രൂ ടു ടിയാഗോ ആൽവസിൻ്റെ ആ ഒരു നീക്കം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് മധ്യനിരയിൽ അഡ്രിയാലൂണയ്ക്ക് പന്ത് കിട്ടുകയാണ്. അവിടെ ഒരു ഓപ്ഷൻ അഡ്രിയാലൂണ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അഡ്രിയാലൂണയുടെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. എവിടെയാണ് ഒരു കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിച്ച് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ത്രൂ അല്ലെങ്കിൽ ആ ഒരു പാസ് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ആ ഒരു പാസ് കൃത്യമായിട്ട് ടിയാഗോ ആൽവസ് കഷ്ടപ്പെട്ട് ഓടി എടുത്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആ ഷോട്ട് കറക്റ്റ് ഇൻപ്രോപ്പറേറ്റ് ആയി പോകുന്നു, ഓഫ് ബാലൻസ് ആയി ആ ഒരു ഷോട്ട് വെളിയിലേക്ക് പോവുകയാണ്. ഈ ഒരു നീക്കത്തിൽ നിങ്ങൾ ഈ ഒരു വിഷ്വലിൽ കണ്ടതിനേക്കാൾ അപ്പുറം മികച്ചൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അഡ്രിയാലൂണയുടെ ഒരു പെനട്രേറ്റീവ് ത്രൂവും അതിൻ്റെ ഒപ്പം ആ ഒരു ബോളിൽ വെച്ച് പിടിച്ചുകൊണ്ടുള്ള ഒരു പേസ് എടുത്തിട്ടുള്ള ടിയാഗോ ആൽവസിന്റെ ഒരു ഓട്ടവും കൂടി ആകുമ്പോഴല്ല എന്താ രസമെന്നറിയോ കാണാൻ. പക്ഷേ താരം അവിടെ ഓഫ് ബാലൻസ് ആയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗോളിലേക്ക് വഴി തുറക്കുമായിരുന്നു. ഇനി ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ 4-4-2 ഫോർമേഷനിലാണ് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമൊക്കെ ഭയങ്കര പ്രസ് ചെയ്ത് ഭയങ്കര അഡ്വാൻസ് ചെയ്ത് കളിച്ചിരുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റി. ആദ്യം ചില സമയങ്ങളിലൊക്കെ മുംബൈ സിറ്റി FC പ്രഷറിലേക്ക് വീണു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നത്. അത്രയും നല്ലൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഇതിന് ഇടയ്ക്ക് വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള സന്ദീപ് സിംഗിന് അൺവാണ്ടഡ് ആയിട്ടുള്ള വെറും അനാവശ്യം തന്നെ പറയാം 2 യെല്ലോ കാർഡ് നേടിയെടുക്കുകയും അതിനെ തുടർന്ന് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ഒരു വെരി വേസ്റ്റ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ആദ്യ നിമിഷങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്ക് പതിയെ ഇല്ലാതാവുകയായിരുന്നു. സന്ദീപ് സിംഗ് പുറത്തു പോയതോടുകൂടി തന്നെ ഡേവിഡ് കറ്റാലയുടെ ഒരു മൊത്തം പ്ലാനിങ്ങും പദ്ധതിയും മാറുകയാണ്. ഇദ്ദേഹം വിചാരിച്ചൊരു സിസ്റ്റം ഒന്നും അങ്ങോട്ട് പാച്ചപ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ട് എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ 1-2 താരങ്ങൾക്ക് യെല്ലോ കാർഡും അതും കൂടാതെ മറ്റു താരങ്ങൾക്കൊക്കെ പരിക്കിൻ്റെ ഒരു സൂചന വന്നതോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ഉൾപ്പെടെയുള്ള താരങ്ങളെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുണ്ടായിരുന്നു. രണ്ടാം പകുതിയുടെ ഒരു പകുതിയും കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഒരു നെഗറ്റീവ് ഫീലിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളി പോയിക്കൊണ്ടിരുന്നത്. ഐബാൻ ഡോഗ്ലിങ്ങിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഒരു ഡെഡ് ബോൾ സിറ്റുവേഷൻ ഒപ്പോണം പ്ലേസ് ചാർജ് ചെയ്ത് വരുന്നത് കണ്ടിട്ട് പോലും ഐബാൻ ഡോഗ്ലിങ് ചെസ്റ്റ് ചെയ്ത് പന്ത് ട്രാപ്പ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരം ജുവാൻ റോഡ്രിഗസിന്റെ കാലുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജുവാൻ റോഡ്രിഗസിന്റെ ഒറ്റ എഫേർട്ട് കാരണമാണ് ഒരു പന്ത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. പക്ഷേ അത് ചാർജ് ചെയ്ത് വരുന്ന ഒപ്പോണന്റ് പ്ലെയറിന് കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റിയൊരു പന്ത് തന്നെയായിരുന്നു. അവിടെയും ഒരു ബ്ലൈൻഡിങ് മിസ്റ്റേക്ക് ഐബാൻ ഡോഗ്ലിങ് വരുത്തി വെച്ചു. ഒരുപക്ഷെ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടേണ്ടതായിട്ടുള്ള ഒരു മത്സരം കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ കളി കഴിഞ്ഞു. 0-0 സമനിലയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആവാൻ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനിടയ്ക്ക് വെച്ച് 89-ാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു ഷോട്ടാണ്, ഒരു ലോങ് ബോളാണ്. അത് കുത്തി ഇറങ്ങുന്ന ഒരു മൂമെന്റ് ആണ്. അവിടെ ഷെഹീഫിന്റെയും ഫ്രെഡിയുടെയും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് ബ്ലാസ്റ്റേഴ്സിന് മേത്ത് തട്ടിയിട്ടുള്ളൊരു ഓൺ ഗോളായിട്ട് വഴിമാറേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് എത്രയോ ലക്ഷത്തോളമുള്ള മലയാളി ആരാധകരുടെ എത്രയോ വലിയ സ്വപ്നങ്ങളാണ് ഇല്ലാതാവുന്നത്.
ആ ഒരു സംഭവത്തിന് ശേഷം പരിശീലകന്റെ പോലും ക്ഷമ നശിച്ചു എന്നതാണ്. അത്രയും ഭയങ്കരമായിട്ടൊരു പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു ഡേവിഡ് കറ്റാലയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. പാവം തോന്നും, അത്രയും കഷ്ടപ്പെട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് തൻ്റെ കൈയും മെയ്യും മറന്ന് തൻ്റെ താരങ്ങളെയൊക്കെ അണിയിച്ചൊരുക്കി വിട്ടിട്ടുള്ളത്. എന്നിട്ട് അവസാന പീക്ക് ടൈമിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കോച്ച് എന്ത് ചെയ്യാനാണ്? സോ നിഷ്പ്രയാസം ജയിക്കാവുന്ന ഒരു മത്സരം അവസാന നിമിഷം കൊണ്ടുപോയി തുലച്ചു കളഞ്ഞൊരു ബ്ലാസ്റ്റേഴ്സ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. വളരെ വേദനയോടെ തന്നെ പറയുകയാണ്, ഇതേ കാരണം കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് ഫാക്ട്സും കീ എലമെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഡീകോഡിംഗ് അനാലിസിസുമായി നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു എപ്പിസോഡുമായി വരുമ്പോഴത്തേക്കും സെനിക്സ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.